കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് കേരള PSC 2022 നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. അതിനു മുന്നേ ഞാനൊന്ന് പറയട്ടെ, ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് മനസ്സിലാകും. എന്ത് തരം ചോദ്യങ്ങൾ, ഒരുപാടധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വിശകലനം ചെയ്തു പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതിനകത്ത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളത്. ഈ ഒരു ചോദ്യ പേപ്പറിനകത്ത് ഇംഗ്ലീഷിലും ഉണ്ട് ചോദ്യം, അതേ ചോദ്യം തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇംഗ്ലീഷ് ഭാഗത്തിന് മാത്രം അതിന് ഒരു മലയാളം തർജ്ജമയില്ല, അതേപോലെ മലയാളം ഭാഗത്തിന് ഒരു ഇംഗ്ലീഷ് തർജ്ജമ ഇല്ല എന്നുള്ളത്. ബാക്കി 80ഓളം ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളത്തിലും ചോദ്യമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം, ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ചോദ്യമായിരിക്കും ആ ഒരു ഡിസ്പ്യൂട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, ഇംഗ്ലീഷിലെ ചോദ്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം തന്നെയാണല്ലോ, അപ്പോൾ ആ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലേക്ക് നമ്മൾ ഒന്ന് ഫോക്കസ് കൊടുക്കണം. So let us look at what is the first question. Okay. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു ലെജിസ്ലേറ്റീവ് റിഫോമിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഈ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ had gained the statutory powers to discuss budget and to put questions on important matters by which of the following legislative reforms. അപ്പോൾ ആൻസർ ഓപ്ഷനിൽ നമുക്കിവിടെ 4 ലെജിസ്ലേറ്റീവ് റിഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഏത് ലെജിസ്ലേറ്റീവ് റിഫോമിലാണ് ഇന്ത്യൻസിന് ആദ്യമായിട്ട് അവർക്ക് എന്താ പറയേണ്ടത്, ആ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അല്ലെങ്കിൽ സെഷൻസ് നടക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഉള്ള ആ ഒരു അധികാരം നൽകിയത്? പ്രത്യേകിച്ചും ബഡ്ജറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാനും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ. അതുവരെ ഡിസ്കസ് ചെയ്യാനുള്ള അധികാരം ഇല്ലായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക, ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്തിരുന്നാലും ശരി തന്നെ ആ ഒരു ആക്ടിലൂടെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. അപ്പൊ എന്താണ് ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്ടും അതിന്റെ ആ ഒരു പ്രത്യേകത എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരുന്നു ഇത്. ആ ഒരു എന്താ പറയേണ്ടത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആ ഒരു ലെജിസ്ലേറ്റീവ് എവല്യൂഷനിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളാണ് ശരിക്കും ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിലൂടെ നൽകിയിരുന്നത്. കാരണം ഫോർ ദ ഫസ്റ്റ് ടൈം ഈ മെമ്പേഴ്സിന് എന്താ പറയേണ്ടത്, ബഡ്ജറ്റ് റിലേറ്റഡ് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അധികാരം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. മറ്റ് പബ്ലിക് മാറ്റേഴ്സിലും അവർക്ക് ചോദ്യം ചെയ്യാം, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു ബഡ്ജറ്റിനെ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് അത് കൊള്ളാം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു വോട്ടിംഗ് അവർക്ക് ചെയ്യാനുള്ള അധികാരം അവിടെയും കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ആക്ട് എന്തുകൊണ്ട് പ്രാധാന്യം നേടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെയധികം ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ അവിടെ ഗവർണൻസിൽ വന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കാരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ വന്നു. സോ ദാറ്റ് വാസ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ എ മോർ കോംപ്രിഹെൻസീവ് റിഫോംസ് ലേറ്റർ എന്നുള്ളത്. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കിയേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് ശരിക്കും അവിടെ പറയുന്നത്. അപ്പൊ ഈ ആക്ടിലൂടെ എന്താണ് ചെയ്തത്, ഒരു ഓട്ടോണമി കൊടുത്തു ഫോർ പ്രൊവിൻസസ്. ആ സമയത്ത് പ്രൊവിൻസസ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ആ പ്രൊവിൻസസിന് ഓട്ടോണമി കൊടുത്തു. ആൻഡ് എന്താ പറയേണ്ടത്, ആ ഒരു ഗവർണൻസിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അത് ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അധികാരം നൽകുന്ന ഒന്ന് അല്ല. ഇനി മിന്റോ മോളി റിഫോംസ് 1919 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചോദ്യ പേപ്പറിൽ. പക്ഷെ മിന്റോ മോളി റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1909
അപ്പൊ ഈ മിന്റോ മോർലി റിഫോംസിലൂടെ ഇന്ത്യൻ റെപ്രസെന്റേഷൻ അവിടെ കൗൺസിൽസിൽ ഒന്നുകൂടെ വിപുലീകരിച്ചു. പക്ഷേ അവർക്ക് പ്രത്യേകിച്ചുള്ള ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അധികാരത്തിനെ കുറിച്ചുള്ള ഒരു പരാമർശം ഈ ഒരു ആക്ടിൽ ഇല്ല. ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഉണ്ട്, 1861 വന്നതാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ശരിക്കും ആ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഈ ഒരു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. പക്ഷേ സ്പെസിഫിക് പവേഴ്സിനെ കുറിച്ചുള്ള ഒരു പരാമർശം അതിനകത്ത് അവിടെ വരുന്നില്ല. അങ്ങനെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാം ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ എന്നാലും ആ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനെയും ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ എന്താണ് ചോദ്യം? ദ വർക്ക് ഇന്ത്യ എന്നുള്ള ആ ഒരു പുസ്തകം, ഓക്കെ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1888. അത് 1888 പബ്ലിഷ് ചെയ്തു. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഹു ഓതേർഡ് ദ ബുക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഈ ബുക്കിന്റെ ഓതർ ഒരു ഇംഗ്ലീഷ് സിവിൽ സെർവന്റ്, ഇന്ത്യയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരു ഇംഗ്ലീഷ് സിവിൽ സെർവന്റും കൂടി ആയിരുന്നു. അപ്പോൾ ഈ പറയുന്നവരെല്ലാം സിവിൽ സെർവൻസ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് ഇവിടെ സർ വില്യം ജോൺസ് ഉണ്ട്, ജോൺ സ്ട്രാച്ചി ഉണ്ട്, വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ട്, ആൻഡ് ചാൾസ് വുഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ജോൺ സ്ട്രാച്ചി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. ഓക്കെ, അപ്പോൾ ജോൺ സ്ട്രാച്ചി ഒരു ഇംഗ്ലീഷ് സിവിൽ സെർവന്റ് ആയിരുന്നു. ഹി വാസ് വർക്കിംഗ് ഇൻ ഇന്ത്യ. അദ്ദേഹമാണ് ഈ ഒരു വർക്ക്, ഇന്ത്യ എന്ന ഈ ഒരു വർക്ക് 1888 പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും ആ ഒരു സോഷ്യോ എക്കണോമിക് ആൻഡ് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ആയിരുന്നു ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അനാലിസിസ് ആണ് ഈ ഒരു ബുക്കിനകത്ത് മൊത്തം ഉള്ളത്. സർ വില്യം ജോൺസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ. ദാറ്റ് വാസ് ലോങ് ബിഫോർ 1888. അതിനേക്കാൾ ഒത്തിരി അധികം മുന്നെയാണ് ആ ഒരു ആദ്യത്തെ ഗവർണർ ജനറൽ വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ചാൾസ് വുഡ് ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം ഒരു ഓതറും കൂടിയായിരുന്നു. പക്ഷേ ഈ ഒരു സ്പെസിഫിക് വർക്ക് അദ്ദേഹം അല്ല ഓതർ ചെയ്തത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇസ് ജോൺ സ്ട്രാച്ചി, ഓപ്ഷൻ ബി. മൂന്നാമത്തെ ചോദ്യം, ഇതും നോക്കുക, ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ബട്ട് അഗെയിൻ അവിടെയും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എഫക്ട് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാതെ എങ്ങനെയാണത്. ദ ഇംഗ്ലീഷ് സിവിൽ വാർ ഓഫ് 1642 to 1651. ഈ കാലയളവിൽ നടന്ന ഇംഗ്ലീഷ് സിവിൽ വാർ എമേർജ്ഡ് ഔട്ട് ഓഫ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് സെക്ഷൻസ്. അപ്പൊ ഇതില് ഈ ഒരു സിവിൽ വാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രാജ്യത്തിൽ നടക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അതിനകത്ത് പല സെക്ഷൻസ്, ഒരു രാജ്യത്തിൽ തന്നെ പല സെക്ഷൻ ആൾക്കാർ തങ്ങളിൽ ഉണ്ടാകുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ടാണ് ഈ സിവിൽ വാർ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നടന്ന സിവിൽ വാർ ഏതൊക്കെ രണ്ട് ഗ്രൂപ്പുകൾ തങ്ങളിലായിരുന്നു ആ ഒരു കോൺഫ്ലിക്റ്റ് വന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓപ്ഷൻ എ ദ കിങ് ആൻഡ് ദ ചേർച്ച് ആണ്. അപ്പോ എന്താ പറയേണ്ടത്, ഇംഗ്ലണ്ടിലെ രാജാവും ചേർച്ചുമായിട്ട് പല കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മറ്റൊരു ചോദ്യം ദ കിങ് ആൻഡ് ദ ഫ്യൂഡൽ ലോർഡ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ ദ കിങ് ആൻഡ് ദ പാർലമെന്റ് ആണോ അതോ ദ കിങ് ആൻഡ് ദ ആർമി ആണോ? ഏതാണ് ഇതിനകത്ത് വരുന്ന ആ ഒരു റൈറ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ കിങ് ആൻഡ് ദ പാർലമെന്റ്, അവർ തങ്ങളിലായിരുന്നു ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വന്നത്. അപ്പൊ ഈ കാലയളവിൽ നടന്ന ഈ ഒരു ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്നത് കിങ് ചാൾസ് 1 ആൻഡ് ദ ഇംഗ്ലീഷ് പാർലമെന്റ് തങ്ങളിലുള്ള ഒരു എന്താ പറയണ്ടേ കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. അപ്പൊ ഇവിടെ ആ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ആർക്കാണ് കൂടുതൽ അതോറിറ്റി ഉള്ളത്, അതേപോലെ ടാക്സേഷന്റെ കാര്യങ്ങൾ ആര് തീരുമാനിക്കുന്നു, അതേപോലെ റിലിജൻ അതിലൊരു ഘടകമായിരുന്നു, ആൻഡ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതും അതിനകത്ത് ഒരു ഘടകമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം നോക്കിക്കോ, അതും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ചുമ അതിനകത്തുണ്ട്, പക്ഷേ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലെറ്റ് us see. The 5th Malabar District Political Conference held on 28 April 1920. Okay, അപ്പോൾ
അഞ്ചാമത്തെ മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്നിവിടെ പറയുന്നു. അത് എപ്പോ നടന്നു? ഏപ്രിൽ 1920 28 അത് നടന്നത്. ആൻഡ് അവിടെ സംഭവിച്ച ഒരു കാര്യത്തിനെയും കൂടെ ഇവിടെ പറയുന്നുണ്ട്. വിറ്റ്നസ് ദ സ്പ്ലിറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ ബിറ്റ്വീൻ മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീം എലിമെന്റ്സ്. ഇപ്പൊ മോഡറേറ്റും എക്സ്ട്രീമും ആയിട്ടുള്ള ചിന്താഗതിക്കാർ തങ്ങളിലുള്ള ഒരു സ്പ്ലിറ്റ് അവിടെ സംഭവിച്ചു. ഇനി ചോദ്യം ഇതാണ്, which among the following places was its venue? അപ്പൊ അത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നതെന്നാണ് ഇവിടെ ചോദ്യം. ഒറ്റപ്പാലമാണോ, അതോ പയ്യന്നൂരാണോ, അതോ വള്ളക്കാവാണോ, അതോ മഞ്ചേരിയാണോ? നമുക്കറിയാം ഇത് 4 കേരളത്തിലെ സ്ഥലങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി, മഞ്ചേരിയിൽ വെച്ചാണ് ഇത് ശരിക്കും നടന്നത്. അപ്പൊ മഞ്ചേരി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം ആ ഒരു മലബാർ റീജിയനിലുള്ള ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ ആ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റിനെ തന്നെ സ്വാധീനിക്കാൻ ഇടയായ ഒരു സംഭവമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ആ ഒരു ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് മോർ ഓർ ലെസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെയും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട്. ആൻഡ് ചോദ്യം ഇതാണ്, the Kerala Education Bill passed by the Kerala Legislative Assembly on 3rd September 1957 aimed. അപ്പോ ഈ കേരള എഡ്യൂക്കേഷൻ ബില്ല് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സെപ്റ്റംബർ 1957 പാസ്സാക്കിയ ഈ ഒരു ബില്ലിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഇവിടെ താഴെ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ആക്ച്വൽ ചോദ്യം, ആ ഉദ്ദേശങ്ങൾ ഓരോന്നും നമുക്ക് വായിക്കാം. നമ്മുടെ ആക്ച്വൽ ചോദ്യം എന്താണ് ഇവിടെ? നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് which among the above statement is not correct എന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ഇതൊരു നോട്ട് ക്വസ്റ്റ്യനും കൂടിയാണ്. നമ്മൾ പെട്ടെന്ന് ഈ നോട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മിസ്സായി പോകരുത്. നമ്മൾ ഈ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു വാക്കല്ല ഈ നോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചോദ്യം ഒരു കാരണവശാലും ആ വാക്ക് അതിൽ നിന്ന് മിസ്സായി പോകരുത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ്സിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? To protect the interest of teachers of private schools by improving conditions of their service. ഇപ്പൊ പ്രൈവറ്റ് സ്കൂൾസിൽ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സിന്റെ ആ ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ ആ ഒരു സർവീസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ടു റെഗുലേറ്റ് സാലറി ക്വാളിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾസ് റിസീവിംഗ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ഫ്രം ദ ഗവൺമെന്റ്. അപ്പൊ സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് ഇൻ എയ്ഡ് ലഭിക്കുന്ന ആ സ്കൂളുകളില് ടീച്ചേഴ്സിന്റെ ശമ്പളം, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമത്തേത് ടു യൂട്ടിലൈസ് ദ സ്റ്റേറ്റ് ലെവൽ അഡ്വൈസറി ബോർഡ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ലെവൽ അഡ്വൈസറി ബോർഡിനെ ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ കോർഡിനേഷൻ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് the educational authority at school levels. അപ്പോൾ ആ സ്റ്റേറ്റിലെ ഒരു ജനറൽ എഡ്യൂക്കേഷൻ സ്കൂൾ ലെവലിലുള്ള ആ സ്കൂളിന്റെ മാനേജ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണല്ലോ എഡ്യൂക്കേഷണൽ അതോറിറ്റി അറ്റ് ദ സ്കൂൾ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജനറൽ എഡ്യൂക്കേഷനെയും സ്കൂൾ ലെവൽ മാനേജ്മെന്റിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത്, ആ കോർഡിനേറ്റ് ചെയ്യുന്നതിന് സ്റ്റേറ്റ് ലെവൽ അഡ്വൈസറി ബോർഡിനെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളത്, ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ചോദ്യം വളരെ സിമ്പിൾ ആണ് അല്ലെ. അപ്പോൾ വിച്ച് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് എന്നുള്ളത്. സ്ട്രൈറ്റ് അവേ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോകാം, നൺ ഓഫ് ദി അബവ്. കാരണം 1ഉം 2ഉം 3ഉം കറക്റ്റാ, 1ഉം 3ഉം കറക്റ്റാ, 1ഉം 2ഉം കറക്റ്റാ. അപ്പൊ ഏത് ഓപ്ഷൻ നോക്കിയിരുന്നാലും അത് കറക്റ്റ് ആണ്. ഇപ്പൊ നൺ ഓഫ് ദി അബവ് ആണ് നമുക്ക് ഇതിന് വേണ്ട ആ ഒരു റൈറ്റ് ആൻസർ എന്ന് പറയും. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത് 6ാമത്തെ ചോദ്യമാണ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ അതിനകത്തും ആ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വന്നേക്കുന്നത് എന്ന് നോക്കിയേ. 6ാമത്തെ ചോദ്യം ഇതാണ്, ഹു അമംഗ് ദ ഫോളോയിങ് സെർവ്സ് ആസ് ദ പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെക്കുക, 2022 നടന്ന പരീക്ഷയുടെ ചോദ്യമാണിത്. അപ്പോൾ ആ സമയത്ത് ഈ എന്താ പറയേണ്ടത്, ICHR-ന്റെ അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു? ഓക്കെ, ഇപ്പോഴും ആസ് ഓഫ് ജൂലൈ 2025 ആ വ്യക്തി തന്നെയാണ് എന്താ പറയണ്ടേ ICHR-ന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, രഘുവേന്ദ്ര
ടൻവർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇതൊക്കെ നമ്മുടെ ആ ഒരു കറന്റ് അഫയേഴ്സ്, ജനറൽ നോളജ് അതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ചൂസ് ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ദ ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന്റെ പല ലെയേഴ്സ് എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയറിന് ബേസിക്കലി 4 ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട് അല്ലേ. സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്. ഇങ്ങനെ 4 ലെയേഴ്സ് ഉണ്ട്. അപ്പോ ഇവിടെ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. എന്ത് തരത്തിലെ സീക്വൻഷ്യൽ ഓർഡർ ആണ്? ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പൊ ഈ ഓരോ ലെയറും ഒന്നിന് മുകളിലായിട്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പൊ ഏറ്റവും താഴെ മുതൽ മുകളിലേക്ക് അതിനെ അടുക്കി വെക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഉത്തരം വരിക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോ ആദ്യം ട്രോപ്പോസ്ഫിയർ വരും. ഓപ്ഷൻ ഡി നോക്കിക്കോ. താഴെ വരുന്നത് ട്രോപ്പോസ്ഫിയർ, അതിനുശേഷം സ്ട്രാറ്റോസ്ഫിയർ, അതിനുശേഷം മീസോസ്ഫിയർ, അതിനുശേഷം തെർമോസ്ഫിയർ. ഇതാണ് അതിന്റെ ആ ഒരു കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ 7ാമത്തെ ചോദ്യം വരെയായി. ഓപ്ഷൻ ഡി ആണ് 7ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. ഇതാണ് ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 8 ഇതാണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുക. എന്നിട്ട് ചോദ്യം എന്താണ്? വിച്ച് ഇസ് കറക്റ്റ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ കാരിവാസ് ഫോർമേഷൻ ഇസ് ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ ഹിമാലയ. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് കാരിവാസ് ഫോർമേഷൻ ഇസ് ഫൗണ്ട് ഇൻ കാശ്മീർ ഹിമാലയ. അപ്പോ ഹിമാലയത്തിന് ആ ഒരു ഈസ്റ്റേൺ സൈഡ് ഉണ്ട്, അതിന് ഒരു കാശ്മീർ സൈഡ് ഉണ്ട്. അപ്പൊ ഈ കാരിവാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റോക്ക്. അതൊരു സെഡിമെന്ററി ടെറസ് ഫോർമേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അത് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഇത് എന്താ പറയേണ്ടത്? ആ ഒരു കാശ്മീർ വാലിക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ കാരിവാസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ ഒരു കറിവ ഫോർമേഷൻ, അത് ആൻസർ ഓപ്ഷൻ 2 ഇസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഇസ് ഇൻകറക്റ്റ്. ഈസ്റ്റേൺ ഹിമാലയാസ് അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ആണ് നമുക്ക് ഇവിടെ കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓൺലി 2 ഇസ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണേണ്ടിയ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഉത്തരം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. 9ാമത്തെ ചോദ്യം. ഓക്കെ, എഗെയിൻ അതും റിലേറ്റഡ് ടു ജോഗ്രഫി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ എന്താണ് ഇവിടുത്തെ ചോദ്യം? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ്, വീണ്ടും ഒരു നോട്ട് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദ കോപ്പൻസ് സ്കീം ഓഫ് ക്ലൈമറ്റിക് ഗ്രൂപ്പ്സ്. അപ്പൊ ക്ലൈമറ്റിക് ഗ്രൂപ്പ്സിന് ഒരു കോഡ് നിർണയിച്ചിട്ടുണ്ട് ഈ ഒരു കോപ്പൻ സ്കീമിൽ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ കോഡ് അനുസരിച്ച് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് കോഡിൽ അല്ലാതെ കിടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആക്ച്വലി നമുക്ക് വേണ്ട ആ ഒരു ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ടൈഗയ്ക്ക് ടി അല്ല അതിന്റെ കോഡായിട്ട് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഈ കോപ്പന്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. അപ്പൊ എ, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റിനെ എ എന്ന് വിശേഷിപ്പിക്കുന്നു, അത് കറക്റ്റ് ആണ്. അതേപോലെ ഡ്രൈ ക്ലൈമറ്റിനെ ബി എന്ന് വിശേഷിപ്പിക്കുന്നു, അതും കറക്റ്റ് ആണ്. വാം ടെമ്പറേറ്റ് ക്ലൈമറ്റിനെ സി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം ടൈഗ എന്ന് പറയുന്നത് കോൾഡ് ആയിട്ടുള്ള സ്നോ ഫോറസ്റ്റ് ആണ്. വളരെയധികം തണുത്ത് കോൾഡ് ആയിട്ടുള്ള സ്നോ ഫോറസ്റ്റിനെയാണ് ടൈഗ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഓപ്ഷൻ എ ടി അല്ല ശരിക്കും അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പെയറിംഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ടൈഗയുടെ ആ ഒരു കറക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡി എന്ന അക്ഷരമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഡി എന്ന അക്ഷരമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി നീഡ് ടു കീപ് ഇൻ മൈൻഡ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് തുടങ്ങാം. 10ാമത്തെ ചോദ്യം. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നത് വിച്ച് ഇസ് കറക്റ്റ്, ഇതിൽ ഏത് ഓപ്ഷൻ കറക്റ്റ് ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ആ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നുള്ളത്. സോ ലെറ്റ് us see. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ ട്രിബ്യൂട്ടറീസ് അലകനന്ദ ആൻഡ് ഭഗീരഥി മീറ്റ് അറ്റ് ദേവപ്രയാഗ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, റിവർ ഗാഘറ ഒറിജിനേറ്റ്സ് ഇൻ ദ ഗ്ലേഷ്യർസ് ഓഫ് മാപ്ചാച്ചുങ്കോ. ഏത് സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് കറക്റ്റ് എന്നാണ് നമ്മൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ആ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ എന്താണ് പറയേണ്ടത്? ഈ അളകനന്ദ ആൻഡ് ഭഗീരഥി റിവേഴ്സ് എന്ന് പറയുന്നത് അത് ശരിക്കും ഇറ്റ് കോൺഫ്ലുവൻസസ് അറ്റ് ദേവപ്രയാഗ് എന്നുള്ളതാണ്. എന്നിട്ടാണ് അത് ആ ഒരു റിവർ ഗംഗ ആയി മാറുന്നത്, അല്ലെ? ഇതൊരു വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഫാക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അപ്പൊ ഈ രണ്ട് ട്രിബ്യൂട്ടറീസ് അളകനന്ദ ആൻഡ് ഭഗീരഥി ദേവപ്രയാഗില് അവര് ഒന്നിക്കുന്നു, അവിടെ നിന്ന് ഒന്നിച്ചിട്ട് അത് റിവർ ഗംഗയായി മാറുന്നു എന്നുള്ളത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തത്, അപ്പോ ഈ റിവർ ഗാഘറ ഒറിജിനേറ്റ്സ് ഇൻ ദ ഗ്ലേഷ്യർസ് ഓഫ് മാപ്ചാച്ചുങ്കോ എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിക്കും കറക്റ്റ് ആണ്. നമുക്ക് എന്താ പറയേണ്ടത്? നമ്മൾ ആ ഒരു ജോഗ്രഫിക്കൽ സോഴ്സസ് എടുത്തിട്ട് നമ്മൾ ഇതിനൊരു കൺഫർമേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗാഘറ റിവർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കർണാലി റിവർ എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നേപ്പാളിലാണ് ഇതിനെ കർണാലി റിവർ എന്ന് അറിയപ്പെടുന്നത്. ഇത് പല രാജ്യങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു റിവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മാപ്ചാച്ചുങ്കോ എന്ന് പറയുന്ന ആ ഒരു ഗ്ലേഷ്യറിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ടിബറ്റൻ പ്ലാറ്റോയിലാണ്, ലേക്ക് മാനസരോവറിന്റെ അടുത്ത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ സി ആണ് നമുക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ചോദ്യം ഇസ് നമ്പർ 11. ഓക്കെ, വാട്ട് വി വിൽ ഡു ഇസ്, നമുക്ക് 11 മുതലുള്ള ചോദ്യങ്ങൾ നമുക്കിതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ സമയമെടുത്ത് തന്നെയായിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ലെങ്തി ആക്കുന്നില്ല ഞാൻ വീഡിയോസ്, പരമാവധി അത് ഷോർട്ട് ആക്കി തന്നെ വെക്കാം എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ ഈ വന്നേക്കുന്ന ഈ ചോദ്യങ്ങൾ, അതിന്റെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ്, എന്തുകൊണ്ട് ആ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് കറക്റ്റ് അല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഇതേ സെയിം തീമിൽ ഇനി ഒരു ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യത്തിനെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ SBIയുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അറിയാം, കഴിഞ്ഞ മാസം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതാണ്. അത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഈ മാസം അത് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം അതിനെ അപ്ലൈ ചെയ്ത് ഇനി നിങ്ങൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ അടുത്ത വർഷം ഇതിന്റെ പരീക്ഷ ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഈ വർഷത്തെ ആനുവൽ കലണ്ടർ PSC ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു പരീക്ഷയെക്കുറിച്ചുള്ള ഒരു പരാമർശം ആ ആനുവൽ കലണ്ടറിൽ ഇല്ല. അപ്പോൾ ഇത് അടുത്ത വർഷം ആണ് ഈ ഒരു പരീക്ഷ വരാനുള്ള സാധ്യതകൾ. അത് ഇനി അടുത്ത വർഷം വരണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ അത് കഴിഞ്ഞും പോകാം. അപ്പോൾ അത് PSC അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് വേക്കൻസീസും കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അത് മുമ്പോട്ട് പോവുക. അപ്പം നമ്മൾ ഈ ഒരു കോഴ്സിന്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ പരീക്ഷയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നമുക്ക് ഇതേ കണക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും എങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഗോൾഡ് ബാച്ചിന്റെ ഭാഗമാകാം എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി. മാത്രമല്ല നമ്മൾ വെബിനാറും ഇതേപോലെയുള്ള പബ്ലിക് ക്ലാസ്സസും നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തരും. ആൻഡ് യു വിൽ ബി വെൽ അവെയർ ഓഫ് ഇറ്റ്. അപ്പോൾ ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇതാണ് സ്ക്രീനിൽ കാണുന്നത്, അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ആൻഡ് യു ക്യാൻ ഡിസ്കസ് വിത്ത് മീ about the details of the course. Okay, so thank you very much for watching this video. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതിൽ നിന്ന് പരമാവധി പഠിക്കാൻ കഴിയുന്നത് പഠിക്കട്ടെ. So thank you very much once again. Wish you all the very best for all your future endeavors and you have a good day ahead.